നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. രോഹിത്തിനെ നീ ഇനി അന്വേഷിക്കില്ല പറഞ്ഞ സത്യമാണോ? സത്യഭാമയ്ക്ക് വാക്കാണ് സത്യം. ഭാമേ, എത്ര അമ്മമാരുടെ കണ്ണീര് ശാപമാ ഈ പടികളിൽ വന്ന് വീഴുന്നത്. ഇതെല്ലാം താങ്ങി നിർത്താനുള്ള കെൽപ്പുണ്ടോ ഈ മേൽക്കൂരയ്ക്ക്? നീ അന്വേഷിച്ചില്ലെങ്കിൽ വേണ്ട ഭാമേ, ഒരു കുഴപ്പവുമില്ലാതെ രോഹിത്ത് മടങ്ങി വരും. ഉഗ്രശക്തിയുള്ള മൂർത്തിയാ പഞ്ചകലാത്തിലെ ശിവൻ. അതിനു മുന്നിൽ ഒരധർമ്മവും ജയിക്കില്ല. എടുത്ത ജീവൻ പോലും തിരിച്ചു കൊടുക്കാൻ ശേഷിയുണ്ട് ആ സംഹാരമൂർത്തിക്ക്. പുതിയൊരു അവതാരമായി തിരിച്ചു വരാൻ രോഹിത്തിന്റെ ജീവൻ കൊടുങ്കാറ്റിലും കെടാത്ത കെടാവിളക്ക് പോലെ കാത്തുവച്ചിട്ടുണ്ടാവും പഞ്ചകലാത്തിലെ മലമടക്കുകൾ. അവൻ എന്താ ഏതാന്ന് അറിഞ്ഞിട്ടാണോ രാജ്യമ്മ നീ അവനെ വീട്ടിൽ കട്ടിലിൽ കയറ്റി കിടത്തിയിരിക്കുന്നത്? നിന്നോടാ ചോദിച്ചത്. പാഞ്ചാലിക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ഞാൻ ചോദിച്ചതിനുള്ള മറുപടി നീ തരണം. ആര് പറഞ്ഞാലും നീ വകവയ്ക്കില്ലെന്ന് എനിക്കറിയാം. ആകെയുള്ളൊരു കൂടപ്പിറപ്പാ ഞാൻ. എനിക്ക് ചോദിക്കാനും പറയാനുള്ള അവകാശമുണ്ട്. പ്രായത്തിൽ വലിയ വ്യത്യാസം ഇല്ലെങ്കിലും അമ്മാന്ന് കൂട്ടിയല്ലാതെ നിന്നെ ഞാൻ വിളിച്ചിട്ടില്ല. പക്ഷേ നീ ഓരോ പോഴത്തരം കാട്ടുമ്പോ പറയാതിരിക്കാൻ പറ്റുമോ? ഞാൻ എന്ത് പോഴത്തരം കാട്ടിയെന്നാ നീ ഈ പറയുന്നേ? അതിനി എന്നെ കൊണ്ട് പറയിക്കണോ? പഞ്ചകൈലാസത്തിലെ അടിവാരത്തിന്നാ ആ പയ്യനെ എനിക്ക് കിട്ടിയത്. ചെകുത്താമ്പാറയുടെ മുകളിൽ നിന്ന് കാല് വഴുതി വീണതാവാനേ തരുള്ളൂ. ശരീരം ആ സകല മുറിവ് പച്ചമരുന്ന് വെച്ച് വെച്ച് ഒരു വിധത്തിലാ ഈ രൂപത്തിലാക്കിയത്. ഉയിരിന്റെ ഒരു തുടിപ്പ് കിടക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ആ വിധത്തിലൊരു മനുഷ്യജീവിയെ കാണുമ്പോ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു എന്നാ പാഞ്ചാലി പറയുന്നത്? ചികിത്സിക്കുന്നതിനോ അസുഖം ഭേദമാക്കുന്നതിനോ ഒന്നും ആർക്കും ഒരു വിരോധവും ഇല്ല. ആളും തരോ അറിഞ്ഞ് ചികിത്സിക്കണമെന്നേ ഞാൻ പറഞ്ഞോളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.